ഇന്ന് CRS ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. അവിടെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സദേൺ സർക്കിളിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് സേഫ്റ്റി കമ്മീഷണർ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്രിഡ്ജ് ഇവിടെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ഇവിടെ നടുക്കോട്ട് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാകുമ്പോൾ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്നത് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വേറെ ക്യാമറയിൽ കുറച്ച് സൂം ചെയ്തുള്ള വീഡിയോസും കൂടെ ഞാൻ എടുക്കാം. ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ടിരിക്കട്ടെ. കാറ്റടിക്കുന്നുണ്ട് നല്ലപോലെ. നിങ്ങൾക്കത് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോ ചെയ്യാം. പഴയ പാമ്പൻ പാലവും പുതിയ പാമ്പൻ പാലവും. പഴയത് 2 പീസായിട്ട് സ്പ്ലിറ്റായി പോകുന്ന ടൈപ്പ് പാലമായിരുന്നു. ബാസ്കുൾ ബ്രിഡ്ജ് എന്ന് തന്നെ പറയും. പുതിയത് മൊത്തത്തിൽ ലിഫ്റ്റായി വേർട്ടിക്കൽ ലിഫ്റ്റ് ബാസ്കുൾ ബ്രിഡ്ജ്. കാറ്റെടുക്കും, നല്ല കാറ്റ് കാണാൻ. വീണാലും இந்த பக்கம் தான் வீழும். அதனால எங்கே உள்ள கூட போய் வேலை கிடையாது. എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ സാമഗ്രി കാണുമ്പം എനിക്ക് നമ്മുടെ സലീം കുമാർ പറഞ്ഞ ഹോയ് 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 അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി കമ്മീഷണറുടെ CRS ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബാസ്ക്യൂൾ ബ്രിഡ്ജിൻ്റെ പോർഷൻ, വെർട്ടിക്കൽ ലിഫ്റ്റ് പോർഷൻ ഉയർത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു കൗണ്ടർ വെയ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൗണ്ടർ വെയ്റ്റ് താഴോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ബാസ്ക്യൂൾ ബ്രിഡ്ജ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പാലം ഉയർന്ന് ആക്ച്വലി പാലത്തിലൊരു റെഡ് സിഗ്നലുണ്ട്. ഉയർന്ന് ഏറ്റവും അതിൻ്റെ മാക്സിമം എത്തുമ്പോഴത്തേക്ക് ആ റെഡ് ലൈറ്റ് മാറിയിട്ട് ഗ്രീൻ ലൈറ്റ്, ഇപ്പോൾ കണ്ടോ ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. അപ്പോൾ ഗ്രീനായിട്ട് ആ ലൈറ്റ് മാറുന്നതാണ്. അതാണ് നമ്മുടെ ഷിപ്പുകൾക്ക് അത് മൂവ് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് ആ ഗ്രീൻ ലൈറ്റ്. സേഫായിട്ട് മൂവ് ചെയ്യാം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ആ ഗ്രീൻ ലൈറ്റ്. റെഡ് ലൈറ്റ് ആണെങ്കിൽ ഷിപ്പുകൾ മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അതിൻ്റെ മാക്സിമത്തിലേക്ക് ഉയർത്തിയിട്ട് തിരിച്ച് താഴ്ത്തി അതേ പൊസിഷനിൽ കൊണ്ടുവന്നു. അവർ കുറച്ച് അവരുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് അതിൻ്റെ കൂട്ടത്തിൽ അവർ നടത്തി. അതായത് അതിൻ്റെ പാലം തിരിച്ചു വന്നിരിക്കുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റുകൾ, അതായത് ട്രാക്കുകൾ തമ്മിലുള്ള അലൈൻമെൻറ്റ്, അതുപോലെ നമ്മുടെ ROCS കണ്ടക്ടർ, മോളിൽ കൂടെയുള്ള കണ്ടക്ടറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണോ എല്ലാം അവർ വെരിഫൈ ചെയ്യും. അതിലെന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് എറർ ഉണ്ടെങ്കിൽ പോലും ഇതിൽ അനുമതി കിട്ടത്തില്ല. തിരിച്ച് കറക്റ്റായിട്ട് വന്നിരിക്കണം. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. റെയിൽ ഫാൻസ് തന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു 2 ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രാത്രിയിൽ, അതായത് ആദ്യത്തെ ദിവസം രാത്രിയിൽ നമ്മൾ വന്നതുകൊണ്ട് അതിൻ്റെ ലൈറ്റിങ്ങുകളൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റിങ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ രാത്രിയാണ് ആ വീഡിയോ എടുത്തത്. നമ്മുടെ പാമ്പൻ പാലമാണ്. രാത്രി കാഴ്ചയാണ്. ലൈറ്റുകളൊക്കെ വെച്ച് മനോഹര ദൃശ്യമാണ്. അപ്പോൾ എത്ര ദിവസം ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഇത് വീഡിയോ പകർത്താനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം നമുക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് ഒരു ദിവസം നേരത്തെ വന്നത്. എന്തായാലും അത് മുതലായി.